വർഷങ്ങളോളം നീണ്ട കാത്തിരിപ്പിനും അനിശ്ചിതത്വങ്ങൾക്കും വിരാമമിട്ട് അങ്കമാലി എരുമേലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുമ്പോൾ അത് ഒരു ഗതാഗത പദ്ധതിയിലുപരി ജില്ലകളുടെ സമഗ്ര വികസനത്തിന് വഴിയൊരുക്കുന്ന ചരിത്ര നിമിഷമായി മാറുകയാണ്. സംസ്ഥാനത്തിന്റെ മധ്യഭാഗത്തെയും മലനാടിനെയും ബന്ധിപ്പിക്കുന്ന ഈ പാത എറണാകുളം ഇടുക്കി മേഖലകളുടെ വികസന യാത്രയ്ക്ക് പച്ചക്കൊടി കാട്ടുന്ന പദ്ധതി എന്നതിൽ സംശയമില്ല. മൊത്തം 111 കിലോമീറ്റർ ദൈർഘ്യമുള്ള ശബരി റെയിൽപാതയിൽ 14 സ്റ്റേഷനുകളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അങ്കമാലി, കാലടി, പെരുമ്പാവൂർ, ഓടക്കാലി, കോതമംഗലം, മൂവാറ്റുപുഴ, വാഴക്കുളം, തൊടുപുഴ, കരിങ്കുന്നം, രാമപുരം, ഭരണങ്ങാനം, ചെമ്മലമറ്റം, കാഞ്ഞിരപ്പള്ളി, എരുമേലി എന്നിങ്ങനെയാണ് ഈ സ്റ്റേഷനുകൾ. ഇതിൽ കാലടി സ്റ്റേഷനും 6 കിലോമീറ്റർ പാതയും മാത്രമാണ് ഇതുവരെ പൂർത്തിയായിരിക്കുന്നത്. 1997-98 റെയിൽവേ ബജറ്റിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ ഈ പദ്ധതിക്ക് റെയിൽവേ ബോർഡിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും അംഗീകാരം ലഭിച്ചിരുന്നുവെങ്കിലും വിവിധ കാരണങ്ങളാൽ വർഷങ്ങളോളം പദ്ധതി മുന്നോട്ടു പോകാതെ നിലച്ചു. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ധനപങ്കാളിത്തത്തോടെ പദ്ധതി വീണ്ടും സജീവമാവുകയാണ്. ശബരി പാതയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ഇടുക്കി ജില്ല ആദ്യമായി ഇന്ത്യയുടെ റെയിൽവേ ഭൂപടത്തിലേക്ക് കടന്നുവരുന്നു എന്നതാണ്. ഇതിലൂടെ മലനാടൻ മേഖലകളുടെ ഒറ്റപ്പെട്ട അവസ്ഥ അവസാനിക്കുകയും വികസന സാധ്യതകൾ വൻതോതിൽ തുറക്കപ്പെടുകയും ചെയ്യും. എറണാകുളം ജില്ലയിൽ അങ്കമാലി, കാലടി, പെരുമ്പാവൂർ, ഓടക്കാലി, കോതമംഗലം, മൂവാറ്റുപുഴ, വാഴക്കുളം എന്നീ സ്റ്റേഷനുകൾ വരുന്നതോടെ ഈ പ്രദേശങ്ങളിലെ നഗരജീവിതത്തിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്നാണ് പ്രതീക്ഷ. പ്രത്യേകിച്ച് പെരുമ്പാവൂർ, കോതമംഗലം, മൂവാറ്റുപുഴ എന്നീ നഗരങ്ങളിൽ വാണിജ്യ, വ്യവസായ, പാർപ്പിട വികസനങ്ങൾക്ക് പുതിയ വേഗത ലഭിക്കും. കൃഷിമേഖലയ്ക്കും ശബരിപാത വലിയ ആശ്വാസമാകും. മൂവാറ്റുപുഴ, വാഴക്കുളം മേഖലകളിലെ പൈനാപ്പിൾ കൃഷിക്കും മറ്റ് തോട്ടം വിളകൾക്കും ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ ഈ റെയിൽപാത വലിയ സഹായകമാകും. അതുപോലെ തന്നെ കോതമംഗലത്തെ ഫർണിച്ചർ വ്യവസായത്തിനും പെരുമ്പാവൂർ മേഖലയിലെ തടി, അരി, പ്ലൈവുഡ് വ്യവസായങ്ങൾക്കും ഗതാഗത സൗകര്യം മെച്ചപ്പെടുന്നതിലൂടെ ഉൽപാദനവും വ്യാപാരവും വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ തുറക്കപ്പെടും. ടൂറിസം രംഗത്തും ശബരിപാത നിർണായകമായ മാറ്റങ്ങൾ സൃഷ്ടിക്കും. മൂന്നാർ, തേക്കടി, ഗവി, വാഗമൺ തുടങ്ങിയ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന സഞ്ചാരികൾക്ക് ഏറ്റവും അടുത്തതും സൗകര്യപ്രദവുമായ ഗതാഗത മാർഗമായി ഈ റെയിൽപാത മാറും. ഇതോടെ ഇടുക്കിയുടെ ടൂറിസം മേഖലയ്ക്ക് വൻ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന അങ്കമാലി, കാലടി, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ തുടങ്ങിയ നഗരങ്ങൾക്ക് ശബരിപാത വലിയ ആശ്വാസം നൽകും. റോഡ് ഗതാഗതത്തിലെ സമ്മർദ്ദം കുറയുന്നതോടെ നഗരജീവിതം കൂടുതൽ സുതാര്യമാകും. ഇതോടൊപ്പം ശബരിമല തീർത്ഥാടനം ഉൾപ്പെടെ വിവിധ മതപര്യടനങ്ങൾക്കും പുതിയ പാത വലിയ സഹായമാകും. കാലടി ആദിശങ്കര ക്ഷേത്രം, തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം, മലയാറ്റൂർ പള്ളി, കാഞ്ഞൂർ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി, ഭരണങ്ങാനം പള്ളി, കോതമംഗലം ബാവ പള്ളി തുടങ്ങിയ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര ഏറെ സുഗമമാകും. ഈ എല്ലാ സാധ്യതകളും ചേർന്ന് പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു തീർത്ഥാടക സർക്യൂട്ടിന് ശബരിപാത വഴി തുറക്കുകയാണ്. അതുവഴി ആത്മീയ, സാംസ്കാരിക, സാമ്പത്തിക മേഖലകളിൽ ഒരുപോലെ മുന്നേറ്റം സാധ്യമാകുന്ന കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ പുതിയ അധ്യായം കുറിക്കുന്ന പദ്ധതിയായി അങ്കമാലി എരുമേലി ശബരി റെയിൽപാത മാറുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.